ഇന്ന് നമുക്ക് പ്ലഫി ഫ്ലവർ ഉണ്ടാക്കിയാലോ. ഇന്ന് 100 ഡേയ്സിലെ ഡേ 4 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പൂവ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 2 കളർ യാൺ എടുത്തിട്ടുണ്ട്, ഒരു ഹൂക്കും കത്രികയും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യാൺ എടുത്തിട്ട് നമുക്ക് മാജിക് റിങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് മാജിക് റിങ് ഒക്കെ ഉണ്ടാക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യണം കേട്ടോ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാജിക് റിങ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഇതിൽ ചെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെയിൻ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 12 സിംഗിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്. ഈ പ്ലഫി ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സിംഗിൾ ക്രോഷേ 12 എണ്ണം ചെയ്ത് തരാം. അപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഞാൻ ബേസി ചേച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വലിയ, അതിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ നൂലൊന്ന് വലിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഹോളൊന്ന് ക്ലോസ് ആയി കിട്ടും. ഞാൻ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റിച്ച് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കത്രികനെ വെട്ടിയിട്ട് അടുത്ത നൂല് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത നൂല് സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്രോഷേ ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് 2 ലൂപ്പ് വലിച്ചെടുക്കാം. പിന്നെ ആ 2 ലൂപ്പ് വലിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ സ്റ്റിച്ചിക്ക് തന്നെ പോയിട്ട് നമ്മൾ എടുക്കുക, 2 ലൂപ്പ് മാത്രം വലിക്കുക. അങ്ങനെ 2 സ്റ്റിച്ചിൽ ഓരോ സ്റ്റിച്ചിൽ 3 തവണ ഇങ്ങനെ വലിച്ചെടുക്കാം. നമ്മൾ 2 സ്റ്റിച്ചിലായിട്ടാട്ടോ ഇത് ഇതിൽ ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് 7 ലൂപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അവസാനം ചെയ്തിട്ട് 7 ലൂപ്പ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് വയ്ക്കണം. ഞാൻ എണ്ണിയൊക്കെ ഉണ്ട് 7 ലൂപ്പാണോ, അത് മൊത്തമായിട്ട് വയ്ക്കുക. ഇതുപോലെ നമ്മൾ 5 ഇതളും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്തിട്ട് ആ ഇതൾ ഒന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇതുപോണതാ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്താൽ കേട്ടോ. ഇതുപോലെ നമ്മൾ 5 ഇതളും ചെയ്തെടുത്താൽ നമുക്കൊരു പ്ലഫി ഫ്ലവർ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാട്ടോ ചെയ്തത്.